ഹലോ വെൽക്കം ടു പ്രിസൈസ് ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ KSEB LSTD തുടങ്ങിയ എക്സാംസിന് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. A soil sample is having a specific gravity of 2.6 and a void ratio of 0.78. The water content in percentage required to fully saturate the soil at that ratio is option A 10%, option B 30%, option C 60% and option C 70%. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ നോക്കാം. ഇവിടെ GW=SE എന്നുള്ള ഇക്വേഷനാണ് ഈ ക്വസ്റ്റ്യന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. S എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, E എന്ന് പറയുന്ന വോയിഡ് റേഷ്യോ, W വാട്ടർ കണ്ടൻറ്റ് ആൻഡ് G ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.78 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.6. സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് തന്നെ S എന്ന് പറയുന്നത് നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് വാട്ടർ കണ്ടൻറ്റ് നമുക്ക് SE/G സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 0.3 അതായത് 30% എന്നായിരിക്കും കിട്ടുന്നത്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് നോക്കാം. ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഗാമ ബൾക്ക് എന്ന് പറയുന്നത് വെയ്റ്റ് ബൈ വോളിയം ആണ്. ഗാമ ബൾക്ക് ഈസ് ഈക്വൽ ടു ഗാമ W ഇൻറ്റു G + SC/1 + E. അടുത്തത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് ഗാമ സാറ്റ് ഈസ് ഈക്വൽ ടു സാച്ചുറേറ്റഡ് വെയ്റ്റ് ബൈ വോളിയം. അതിൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എസ്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഗാമ W ഇൻറ്റു G + E/1 + E എന്ന് കിട്ടും. അടുത്തത് ഗാമ ഡ്രൈ എന്ന് പറയുന്നത് ഡ്രൈ വെയ്റ്റ് ബൈ വോളിയം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു G ഗാമ W/1 + E. അടുത്തത് ഗാമ ഡ്രൈയും ഗാമയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഗാമ ഡ്രൈ ഈക്വൽ ടു ഗാമ/1 + W. അടുത്തത് ഗാമ സബ്മേർജ്ഡ് എന്ന് പറയുന്നത് സബ്മേർജ് വെയ്റ്റ് ബൈ വോളിയം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് മൈനസ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ, വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ W ഇൻറ്റു G - 1/1 + E എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്ന വാട്ടർ കണ്ടൻറ്റ് ഇൻ പെർസെൻറ്റേജ് റിക്വയർഡ് ടു ഫുള്ളി സാച്ചുറേറ്റ് ദ സോയിലാണ്. അപ്പോൾ നമ്മൾ GW = SC വെച്ച് ചെയ്തപ്പോൾ Wക്ക് നമുക്ക് 30% എന്നാണ് കിട്ടിയത്, അതായത് ഓപ്ഷൻ B. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. A soil has a bulk density of 1.8 gram/cm³ at a water content of 5%. If the void ratio remains constant, then its bulk density for a water content of 10% will be option A 1.98 gram/cm³, option B 1.88 gram/cm³, option C 1.8 gram/cm³, and option D 1.7 gram/cm³. ഗാമ ബൾക്കിൻ്റെ ഇക്വേഷൻ നോക്കാം. ഗാമ ബൾക്ക് ഈസ് ഈക്വൽ ടു G + SC/1 + E ഇൻറ്റു ഗാമ W. നമുക്കറിയാവുന്ന റിലേഷൻ GW = SC. അപ്പോൾ ഇവിടെ ESന് നമ്മൾ GW സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് ഗാമ W ഇൻറ്റു G + GW/1 + E എന്ന് വരും. അതിൽ നിന്ന് നമ്മൾ G പുറത്തെടുക്കുമ്പോൾ G ഗാമ W ഇൻറ്റു 1 + W/1 + E എന്ന് നമുക്ക് കിട്ടും. ഫോർ എ കോൺസ്റ്റൻറ്റ് വോയിഡ് റേഷ്യോ ഗാമ ബൾക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 + W എന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എഴുതാൻ പറ്റും. ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റിയും ഗാമ Wയും മാറുന്നില്ല. അപ്പോൾ നമുക്ക് ഗാമ ബൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1 + W എന്ന് എഴുതാം. അതിൽ നിന്ന് തന്നെ ഗാമ 1/γ2 = 1 + W1/1 + W2 എന്ന് എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫോർ എ വാട്ടർ കണ്ടൻറ്റ് ഓഫ് 5% ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് 1.8 gram/cc ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർ എ വാട്ടർ കണ്ടൻറ്റ് ഓഫ് 10% അവിടെ വരുന്ന യൂണിറ്റ് വെയ്റ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1.8/x ഈസ് ഈക്വൽ ടു 1 + 0.05/1 + 0.1. അപ്പോൾ അതിൽ നിന്ന് എക്സ് നമുക്ക് 1.88 gram/cm³ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, 1.88 gram/cm³ എന്നാണ് കിട്ടുന്നത്. In the third question, the moisture content of clayey soil is gradually decreased from a larger value. What will be the correct sequence of the occurrence of the following limit? 1 shrinkage limit, 2 plastic limit and 3 liquid limit. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓർഡർ ആണ് നോക്കേണ്ടത്. വെൻ ദ വാട്ടർ കണ്ടൻറ്റ് ഈസ് ഗ്രാജുവലി ഡിക്രീസ്ഡ് അതിൻ്റെ ലിമിറ്റുകളുടെ ഓർഡർ എങ്ങനെ വരുമെന്നുള്ളത് നോക്കാം.
ഓക്കെ, അഡർബർഗ്സ് ലിമിറ്റ് ഓർ കൺസിസ്റ്റൻസി ലിമിറ്റ്. ഇപ്പോൾ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഇതിൽ വൈ ആക്സിസിൽ വോളിയം ഓഫ് സോയിൽ ആൻഡ് എക്സ് ആക്സിസിൽ വാട്ടർ കണ്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഗ്രാഫിൽ വോളിയം ഓഫ് സോയിൽ വാട്ടർ കണ്ടൻറ്റ് കുറയും തോറും വോളിയം ഓഫ് സോയിൽ കുറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ശ്രിങ്കേജ് ലിമിറ്റിന് ശേഷം ദർ ഇസ് നോ വോളിയം റിഡക്ഷൻ, വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. WL റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് ലിമിറ്റ്, WP പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് WS എന്ന് പറയുന്നത് ഇവിടെ ശ്രിങ്കേജ് ലിമിറ്റാണ്. അപ്പോൾ നമുക്ക് ഓരോ ടേംസായിട്ട് നോക്കാം. ആദ്യത്തേത് ലിക്വിഡ് ലിമിറ്റ്, മിനിമം വാട്ടർ കണ്ടൻറ്റ് ഫോർ എ സോയിൽ ടു എൻ്റർ ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാനായി നമ്മൾ യൂസ് ചെയ്യുന്നത് കാസഗ്രാൻഡ് അപ്പാരറ്റസ് ആണ്. ഇനി അടുത്തത് പ്ലാസ്റ്റിക് ലിമിറ്റ്, മിനിമം വാട്ടർ കണ്ടൻറ്റ് റിക്വയർഡ് ഫോർ എ സോയിൽ ടു എൻ്റർ ഇൻ ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ത്രെഡ് ടെസ്റ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ പ്ലാസ്റ്റിക് ലിമിറ്റ്. അടുത്ത് വരുന്ന ശ്രിങ്കേജ് ലിമിറ്റാണ്. ഇറ്റ് ഈസ് ദ മിനിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് ദ സോയിൽ ഈസ് ഇൻ ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷൻ. മെർക്കുറി ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ശ്രിങ്കേജ് ലിമിറ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് ഒന്നുകൂടെ വരാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ ക്ലേ സോയിൽ ഇസ് ഗ്രാജുവലി ഡിക്രീസ് ഫ്രം എ ലാർജർ വാല്യൂ. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സീക്വൻസ് ഓഫ് ലിമിറ്റാണ്. അപ്പോൾ ആദ്യം ലിക്വിഡ് ലിമിറ്റ്, പിന്നെ പ്ലാസ്റ്റിക്, പിന്നെ ശ്രിങ്കേജ് ലിമിറ്റാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് 3, 2, 1. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. വെൻ ദ വാട്ടർ ലെവൽ ഇൻ ദ റേക്ക് റൈസസ് ദ എഫക്റ്റീവ് സ്ട്രെസ് ബിലോ ദ സോയിൽ ആർ. ഓപ്ഷൻ എ ഇൻക്രീസ്ഡ്, ഓപ്ഷൻ ബി ഡിക്രീസ്ഡ്, ഓപ്ഷൻ സി അൺചേഞ്ച്ഡ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ടോട്ടൽ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്ട്രെസ് ഡ്യൂ ടു ടോട്ടൽ ലോഡ് ആക്ടിങ് ഓൺ ദ സോയിൽ. ഇറ്റ് ക്യാൻ ബി മെഷർഡ് ഡയറക്ട്ലി. അടുത്തത് പോർ വാട്ടർ പ്രഷർ അഥവാ ന്യൂട്രൽ പ്രഷർ യു. അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന യു വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് എ സ്ട്രെസ് ക്യാരിഡ് ബൈ പോർ വാട്ടർ ഇൻ ദ സോയിൽ. പീസോമീറ്റർ ഈസ് യൂസ് ടു മെഷർ ദ പോർ വാട്ടർ. അടുത്തത് എഫക്റ്റീവ് സ്ട്രെസ് സിഗ്മ ഡാഷ് ആണ്. ദ സ്ട്രെസ് ക്യാരിഡ് ബൈ ദ സോയിൽ സോളിഡ്സ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ മാസ്. ഇറ്റ് കാൺ ബി മെഷർ ഡയറക്ട്ലി. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷറാണ്. ഇവിടെ ഫിഗർ കാണിച്ചിരിക്കുന്ന വാട്ടർ ബോഡി ഓഫ് തിക്നെസ് H ഓവർ എ സോയിൽ സാമ്പിൾ ഓഫ് തിക്നെസ് Z ആണ്. അപ്പോൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ടോട്ടൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ്. അറ്റ് ദ ടോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ 0 ആയിരിക്കും. അറ്റ് ദ ബോട്ടം ഓഫ് ദ വാട്ടർ ബോഡി ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഗാമ W/H ആണ്. ഏറ്റവും ബോട്ടത്തിൽ വരുന്ന ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് സമ്മാണ്. ഗാമ W/H പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു Z എന്ന് വരും. ഇനി അടുത്തത് കാണിച്ചിരിക്കുന്നത് പോർ വാട്ടർ പ്രഷറിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. അത് ബിലോ ദ വാട്ടർ ബോഡി പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് ഗാമ W/H തന്നെയായിരിക്കും. അറ്റ് ദ ബോട്ടം പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് ഗാമ W ഇൻറ്റു ടോട്ടൽ ഹൈറ്റ് ആയിരിക്കും H പ്ലസ് Z. ഇനി അടുത്ത മൂന്നാമത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത് എഫക്റ്റീവ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ വാട്ടർ ബോഡിയുടെ ആ ഭാഗത്തായിട്ട് എഫക്റ്റീവ് സ്ട്രെസ് വരുന്നത് 0 ആണ്. കാരണം അവിടെ വരുന്ന എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അറ്റ് ദ ബോട്ടം എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു Z മൈനസ് ഗാമ W ഇൻറ്റു Z എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ സബ്മേർജ്ഡ് ഇൻറ്റു Z എന്നാണ് കിട്ടുന്നത് ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ ചെയ്യുമ്പോൾ. വിച്ച് മീൻസ് ദ എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡെപ്ത് ഓഫ് ദ വാട്ടർ ബോഡി. As the water table rises above the ground level, an equal increase in total stress and pore water pressure occurs. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. When the water level in the lake rises, the effective stress below the soil are option A increased, option B decreased, option C unchanged and option D none of the above. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ്സിന് ഒരു മാറ്റവും കണ്ടുവരുന്നില്ല വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഓപ്ഷൻ സി ആണ്, അൺചേഞ്ച്ഡ് എന്ന് വരും. വേറെസ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ സ്ട്രെസ്സോ പോർ വാട്ടർ പ്രഷറോ ആയിരുന്നെങ്കിൽ ആൻസർ ഇൻക്രീസ്ഡ് എന്ന് വരുമായിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ അൺചേഞ്ച്ഡ് എന്നാണ് വരുന്നത്, അതായത് ഓപ്ഷൻ സി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. എ ടെൻഷൻ ക്രാക്ക് യൂഷ്വലി ഫോംസ് ഇൻ ദ സോയിൽ നിയർ ദ ടോപ്പ് ഓഫ് ദ വാൾ അപ് ടു എ ഡെപ്ത് Z ഇസ് ഗിവൺ ബൈ ഓപ്ഷൻ എ 2C by gamma root KA, ഓപ്ഷൻ ബി 2C by gamma root KA. KA ഇവിടെ ഡിനോമിനേറ്ററിലാണ്. 4C by gamma, ഓപ്ഷൻ ഡി 4C by gamma ഇൻറ്റു റൂട്ട് KA. അപ്പോൾ എന്താണ് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് നോക്കാം ആദ്യം. ആക്റ്റീവ് എർത്ത് പ്രഷർ occur when retaining wall moves away from the backfill. ആക്റ്റീവ് എർത്ത് പ്രഷർ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ ഇൻറ്റു വെർട്ടിക്കൽ സ്ട്രെസ് സിഗ്മ V എന്നാണ് വരുന്നത്. Coefficient of active earth pressure is equal to 1 minus sin phi by 1 plus sin phi, where phi is the angle of internal friction. അതിനെ നമുക്ക് 1 by tan square 45 plus pi by 2 എന്നും എഴുതാൻ പറ്റും.
ഇനി ആക്റ്റീവ് എർത്ത് പ്രഷർ ഫോർ എ കൊഹസീവ് ബാക്ക്ഫിൽ. കൊഹഷൻ്റെ പ്രസൻസിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ PA = KA × Γh - 2c√Ka എന്ന് വരുന്നു. അറ്റ് ദ ടോപ്പ് ഓഫ് ദ ബാക്ക്ഫിൽ, അതായത് വെർ H = 0, ആക്റ്റീവ് എർത്ത് പ്രഷർ - 2c√Ka. അതായത് അവിടെ ആക്ട് ചെയ്യുന്നത് ഒരു ടെൻസൈൽ പ്രഷറാണ്. നമുക്ക് ഡെപ്ത് ഓഫ് ദ ടെൻസൈൽ സോൺ കണ്ടുപിടിക്കാനായി നമ്മൾ ചെയ്യുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷർ നമ്മൾ 0 എന്ന് കൊടുക്കുകയാണ്. അതിന് ബിലോ ആയിട്ട് വരുന്നത് കംപ്രഷൻ സോൺ ആയിരിക്കും, മുകളിലായിട്ടാണ് ടെൻസൈൽ സോൺ കാണപ്പെടുന്നത്. അപ്പോൾ ആക്റ്റീവ് എർത്ത് പ്രഷർ 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ ആക്റ്റീവ് എർത്ത് പ്രഷർ 0 കൊടുക്കുമ്പോൾ വരുന്നത് Ka × Γh = 2c√Ka എന്നാണ്. അതിൽ നിന്ന് നമുക്ക് Hൻ്റെ വാല്യൂ അതിനെ ZC എന്നാണ് എഴുതുന്നത്, ഡെപ്ത് ഓഫ് ടെൻഷൻ സോൺ വിച്ച് = 2c/Γ√Ka എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ടേമും കൂടി പഠിക്കാം. അതിനെ നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് നോക്കാം. അപ്പോൾ ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെപ്ത് അറ്റ് വിച്ച് ടോട്ടൽ നെറ്റ് ഫോഴ്സ് വിൽ ബി 0 ഇൻ കേസ് ഓഫ് കൊഹസീവ് ബാക്ക്ഫിൽ. അതായത് ടോട്ടൽ കംപ്രസീവും ടെൻഷനും നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് വരുന്നു. ഇറ്റ് ഈസ് എ ഡെപ്ത് അപ് ടു വിച്ച് വെർട്ടിക്കൽ എക്സ്കവേഷൻ ഓഫ് സോയിൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് എനി വിത്തൗട്ട് എനി ലാറ്ററൽ സപ്പോർട്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത് 2 times ഡെപ്ത് ഓഫ് ടെൻഷൻ സോണാണ്. അതായത് 4c/Γ√Ka എന്നാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ദ ടെൻഷൻ ക്രാക്ക് യൂഷ്വലി ഫോംസ് ഇൻ ദ സോയിൽ നിയർ ദ ടോപ്പ് ഓഫ് ദ വാൾ അപ് ടു എ ഡെപ്ത് Z എന്ന് ചോദിക്കുമ്പോൾ ഡെപ്ത് ഓഫ് ദ ടെൻഷൻ ക്രാക്ക് വരുന്നത് 2c/Γ√Ka. ഓപ്ഷൻ ബി ആണ്. 4c/Γ√Ka എന്ന് പറയുന്നത് ഇവിടെ ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. അതാണ് ഓപ്ഷൻ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. എ നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ സെറ്റിൽ 10 mm വെൻ എഫക്റ്റീവ് സ്ട്രെസ് വാസ് ഇൻക്രീസ്ഡ് ഫ്രം 50 kN/m² to 100 kN/m². ഇഫ് ദ എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഫർദർ ഇൻക്രീസ്ഡ് ഫ്രം 100 to 200 kN/m², then further settlement of clay shall be option A 10 mm, option B 20 mm, option C 30 mm and option D 40 mm. അപ്പോൾ നമുക്ക് ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് സോയിൽ ΔHൻ്റെ ഇക്വേഷൻ നോക്കാം. H/1 + E0 Cc log σ2/σ1 എന്നാണ് വരുന്നത്. അവിടെ H എന്ന് പറയുന്നത് ഇനീഷ്യൽ സോയിൽ തിക്നെസ് ആണ്, E0 എന്ന് പറയുന്ന ഇനീഷ്യൽ വോയിഡ് റേഷ്യോ, Cc എന്ന് പറയുന്നത് കംപ്രഷൻ ഇൻഡെക്സ് ആണ്, σ2 ഫൈനൽ എഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് σ1 ഇനീഷ്യൽ എഫക്റ്റീവ് സ്ട്രെസ്. ഇവിടെ Cc എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ വിർജിൻ കംപ്രഷൻ കർവ് ആണ്. വിർജിൻ കംപ്രഷൻ കർവ് ഫോർ എ നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ എന്ന് പറയുന്നത് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ ആൻഡ് ലോഗ് സിഗ്മയാണ്. അപ്പോൾ Cc എന്ന് പറയുന്നത് ΔE/log σ2/σ1 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് വെൻ ദ എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഇൻക്രീസ് ഫ്രം 50 to 100 അവിടെ ഉണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് 10 mm എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ΔH = 10. അപ്പോൾ അവിടെ വരുന്ന σ2 എന്ന് പറയുന്ന 100ഉം σ1 എന്ന് പറയുന്നത് 50ഉം ആണ്. അപ്പോൾ നമുക്കത് ഡയറക്റ്റായിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ΔH എന്ന് പറയുന്നത് 10 = H/1 + E0 Cc log σ2/σ1. ഇവിടെ σ2 100, σ1 50. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ 1 കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഫർദർ ഇൻക്രീസ്ഡ് ഫ്രം 100 to 200. അപ്പോൾ അവിടെ വരുന്ന സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലേ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേസ് 2 ആയിട്ട് എടുക്കാം. അവിടെ വരുന്ന σ2 എന്ന് പറയുമ്പോൾ 200 ആൻഡ് σ1 എന്ന് പറയുന്നത് 100 ആണ്. അവിടെ വരുന്ന ഫൈനൽ സെറ്റിൽമെൻറ്റ് ΔH ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ΔH = H/1 + E0 Cc log σ2 200 σ1 100. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ H/1 + E0 Cc log 2 എന്ന് കിട്ടും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ΔH ഫോർ ദ സെക്കൻഡ് കേസ് 10 mm എന്ന് എടുത്തെഴുതാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ് വരുന്നത് 10 mm. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The time taken by a clay layer to achieve 50% consolidation is 5 years. If the layer was half as thick, 5 times more permeable, 4 times more compressible, then the time that would be required to achieve the same degree of consolidation is option A 12 years, option B 5 years, option C 1 year and option D 16 years. അപ്പോൾ ഇവിടെ വരുന്ന കോയിഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ നമുക്ക് ആദ്യം കുറച്ച് ടേംസും അതിൻ്റെ എക്സ്പ്ലനേഷനും നോക്കാം.
കോയിഷൻ ഓഫ് കൺസോളിഡേഷനും പെർമിയബിലിറ്റി, കോയിഷൻ ഓഫ് കംപ്രസിബിലിറ്റി എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. സി വി ഇസ് ഈക്വൽ ടു കെ ബൈ എം വി ഇൻറ്റു ഗാമ ഡബ്ല്യു. ഇവിടെ കെ എന്ന് പറയുന്നത് കോയിഷൻ ഓഫ് പെർമിയബിലിറ്റിയാണ്. സി വി കോയിഷൻ ഓഫ് കൺസോളിഡേഷൻ, അതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. സി വി is used to find out the final settlement of soil at any time after the start of consolidation. And MV എന്ന് പറയുന്നത് കോയിഷൻ ഓഫ് വോളിയം കംപ്രസിബിലിറ്റി ആണ്. വേറസ് ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. നമുക്കിവിടെ ടൈം ഫാക്ടർ ടി വി എന്താണെന്ന് നോക്കാം. ടി വി ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു ടി ബൈ ഡി സ്ക്വയർ. ടൈം ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ് വിച്ച് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ റേറ്റ് ഓഫ് കൺസോളിഡേഷൻ. ഈ ഇക്വേഷനിൽ സി വി എന്ന് പറയുന്നത് കോയിഷൻ ഓഫ് കൺസോളിഡേഷൻ ആണ്. ആൻഡ് ടി എന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫോർ കൺസോളിഡേഷൻ. ആൻഡ് ഡി എന്ന് പറയുന്നത് ഡ്രെയിനേജ് പാത്താണ്. ഫോർ എ സിംഗിൾ ഡ്രെയിനേജ് പാത്ത് എന്ന് പറയുന്നത് H0 തന്നെയായിരിക്കും. ഫോർ എ ഡബിൾ ഡ്രെയിനേജ് പാത്ത് വിൽ ബി H0/2, where H0 is the thickness of the soil sample. ഇനി ഫോർ 2 സോയിൽ സാമ്പിൾ വിത്ത് സെയിം ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ, ആ കേസിൽ അവരുടെ ടൈം ഫാക്ടർ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ CV1 T1/D1 സ്ക്വയർ ഈക്വൽ ടു CV2 T2/D2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് T1/T2നെ D1 സ്ക്വയർ/D2 സ്ക്വയർ ഇൻറ്റു CV2/CV1 എന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിൽ T1/T2നെ നമുക്ക് കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. D1 സ്ക്വയർ/D2 സ്ക്വയർ ഇൻറ്റു C1/C2 എന്ന് പറയുന്നതിന് നമുക്ക് നേരത്തെ നമ്മൾ റിലേഷൻഷിപ്പ് ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. സി വി ഇസ് ഈക്വൽ ടു കെ ബൈ എം വി ഗാമ ഡബ്ല്യു. അപ്പോൾ അത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി വിയെ നമുക്ക് പെർമിയബിലിറ്റിയുടെയും വോളിയം കംപ്രസിബിലിറ്റിയുടെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. അതായത് K2/K1 ഇൻറ്റു MV1/MV2 എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഗാമ ഡബ്ല്യു ക്യാൻസലായി പോവും. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടിയത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ടൈം ടേക്കൺ ബൈ ദ ക്ലേ ലെയർ ടു അച്ചീവ് 50% കൺസോളിഡേഷൻ ഈസ് 5 years എന്നാണ്. അതായത് ഫസ്റ്റ് കേസിൽ അതാണ് സോയിൽ 1 എന്ന് എഴുതിയിരിക്കുന്ന ഫസ്റ്റ് കേസാണ്. അവിടെ വരുന്ന ടൈം അതായത് T1 എന്ന് പറയുന്നത് 5 years ആണ്. ഇനി സെക്കൻഡ് കേസ്, അതായത് ഇഫ് ദ ലെയർ വാസ് ഹാഫ് ആസ് തിക്ക് ആൻഡ് 5 times മോർ പെർമിയബിൾ, അതാണ് നമ്മൾ സെക്കൻഡ് കേസായിട്ട് എഴുതിയിരിക്കുന്നത്. തിക്നെസ് എന്ന് പറയുന്നത് H/2 ആയി. ആൻഡ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 5 times മോർ പെർമിയബിൾ ആയതുകൊണ്ട് തന്നെ 5 times ഇനീഷ്യൽ പെർമിയബിലിറ്റി K എന്ന് എഴുതി. ആൻഡ് 4 times മോർ കംപ്രസിബിൾ ആയതുകൊണ്ട് തന്നെ MV2 എന്ന് പറയുന്ന 4 MV എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ടൈം ദാറ്റ് വുഡ് ബി റിക്വയർഡ് ടു അച്ചീവ് ദ സെയിം ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. അപ്പോൾ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ഇവിടെ മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ ടു അച്ചീവ് ദ സെയിം ഡിഗ്രി ഓഫ് കൺസോളിഡേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ T2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇവരുടെ രണ്ടുപേരുടെയും ടൈം ഫാക്ടർ, രണ്ട് കേസിലും ടൈം ഫാക്ടർ സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഡിറൈവ് ചെയ്തെടുത്ത ആ റിലേഷൻ തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം. അതായത് T1/T2ൻ്റെ റിലേഷൻ നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു. D1 സ്ക്വയർ/D2 സ്ക്വയർ ഇൻറ്റു K2/K1 ഇൻറ്റു MV1/MV2 എന്നുള്ള റിലേഷൻ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നമുക്കിവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ D1 എന്ന് പറയുന്നത് H0 ആണ്. D2 എന്ന് പറയുന്നത് ഇവിടെ H0/2 ആണ്. അപ്പോൾ നമുക്ക് H0 സ്ക്വയർ/H0/2 സ്ക്വയർ ഇൻറ്റു K2/K1 നമുക്കിവിടെ 5K/K എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു MV1/MV2 നമുക്ക് MV/4MV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് T1/T2 5 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ T1 നമുക്കറിയാം 5 years ആണ്. നമുക്ക് വേണ്ടത് T2 ആണ്. അത് നമുക്ക് 1 year എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, 1 year. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An undrained triaxial compression test is carried out on a saturated clay sample under a cell pressure of 200 kN per meter square. The sample failed at a deviated stress of 400. The cohesion of the clay sample ആണ് ചോദിച്ചിരിക്കുന്നത്. Okay, for a triaxial compression test sigma 1 എന്ന് പറയുന്ന മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു sigma 3 tan square alpha plus 2c tan alpha, where sigma 3 is minor principal stress, alpha equal to 45 plus pi/2 എന്നാണ് വരുന്നത്, where phi is the angle of internal friction, c is the cohesion. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം.
ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സെൽ പ്രഷർ എന്ന് പറയുന്നത് 200 kN/m² എന്ന് പറഞ്ഞിട്ടുണ്ട്. സെൽ പ്രഷറാണ് ഇവിടുത്തെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. വേറെ ക്വസ്റ്റ്യനിലെ ഡീവിയേറ്റർ സ്ട്രെസ് എന്ന് പറയുന്നത് 400 ആണ്. അതിവിടെ ഡീവിയേറ്റർ സ്ട്രെസ് ആയിട്ട് തന്നെ ഇടുന്നു σd. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് σ1 എന്ന് പറയുന്നത് σ3 + σd ആണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 600 എന്ന് വരുന്നു. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ഓൺ എ സാച്ചുറേറ്റഡ് ക്ലേ എന്നാണ്. ഫോർ എ സാച്ചുറേറ്റഡ് ക്ലേ നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ 0 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആൽഫയുടെ വാല്യൂ നമുക്ക് 45 എന്ന് കിട്ടുന്നു. ഈ വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. σ1 = σ3 tan² α + 2c tan ആൽഫയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 600 = 200 + 2c എന്ന് വരുന്നു. tan 45 1 ആണ്. അപ്പോൾ അതിൽ നിന്ന് കോഷൻ്റെ വാല്യൂ 200 kN/m² എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 200 kN/m². ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലേ സോയിൽ ആർ ബെസ്റ്റ് കോമ്പാക്റ്റഡ് ബൈ ഓപ്ഷൻ എ ഷീപ്പ് ഫുഡ് റോളേഴ്സ്, ഓപ്ഷൻ ബി വൈബ്രേറ്ററി റോളേഴ്സ്, ഓപ്ഷൻ സി ഹെവി ഡ്രം റോളേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി റാമിംഗ് ആൻഡ് ന്യൂമാറ്റിക് ടാമ്പേഴ്സ്. അപ്പോൾ ഓരോ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സും അതിൻ്റെ സ്യൂട്ടബിലിറ്റി, നേച്ചർ ഓഫ് പ്രോജക്റ്റ്, അതെവിടെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാം നോക്കാം. ഫസ്റ്റ് വൺ റാമേഴ്സ് ഓർ ടാമ്പേഴ്സ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള സോയിൽസിന് യൂസ് ചെയ്യാറുണ്ട്. നേച്ചർ ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇൻ കൺഫൈൻഡ് ഏരിയാസ്, എക്സാമ്പിൾ ബിറ്റ്വീൻ ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സ്. ഇനി സ്മൂത്ത് വീൽ റോളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രഷ്ഡ് റോക്കും ഗ്രാവലും അതുപോലെ കോസ് ഗ്രെയിൻ സോയിൽ, അവിടെയാണ് ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളതും. നേച്ചർ ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുന്ന റോഡ് കൺസ്ട്രക്ഷനാണ്. അടുത്തത് ന്യൂമാറ്റിക് ടൈപ്പ് ടയർ റോളേഴ്സാണ്. അത് ദേ ആർ യൂസ്ഡ് ഫോർ ബോത്ത് കോസ് ഗ്രെയിൻ ആൻഡ് ഫൈൻ ഗ്രെയിൻ സോയിൽസ്. ആൻഡ് അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബേസ്, സബ് ബേസ് ആസ് വെൽ ആസ് ഇൻ എംബാങ്ക്മെൻറ്റ്സ്. ഇനി അടുത്ത ഷീപ്പ് ഫുഡ് റോളേഴ്സാണ്. അതിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ക്ലേ സോയിലാണ്. നേച്ചർ ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് കോർ ഓഫ് എർത്ത് ആൻഡ് ഡാം ആണ്. ഇനി അടുത്തത് വൈബ്രേറ്ററി റോളേഴ്സാണ്. അതിൻ്റെ സ്യൂട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ സാൻഡ്സ് ആണ്. എംബാങ്ക്മെൻറ്റ് വിത്ത് സാൻഡ് ഫിൽ, അതാണ് അതിൻ്റെ നേച്ചർ ഓഫ് പ്രോജക്റ്റ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ക്ലേ സോയിൽസ് ആർ ബെസ്റ്റ് കോമ്പാക്റ്റഡ് ബൈ ഷീപ്പ് ഫുഡ് റോളേഴ്സാണ്. അതിൻ്റെ നേച്ചർ ഓഫ് പ്രോജക്റ്റ് നമ്മൾ നോക്കി, അത് കോർ ഓഫ് എർത്ത് ആൻഡ് ഡാം ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രിയാറ്റിക് ലൈൻ ഇൻ എൻ എർത്ത് ആൻഡ് ഡാം മേ ബി. അപ്പോൾ അതിൻ്റെ പല ഷേപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ പാരബോളിക്, ഓപ്ഷൻ 2 എലിപ്റ്റിക്, ഓപ്ഷൻ സി സർക്കുലർ ആൻഡ് ഓപ്ഷൻ ഡി ലീനിയർ. അപ്പോൾ എന്താണ് ഫ്രിയാറ്റിക് ലൈൻ ഇൻ എൻ എർത്ത് ആൻഡ് ഡാം എന്ന് നമുക്ക് നോക്കാം. സീപ്പേജ് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സീപ്പേജ് നടക്കുന്ന സമയത്ത് ഫ്രിയാറ്റിക് ലൈൻ എന്ന് പറയുന്ന ടോപ്പ് മോസ്റ്റ് ഫ്ലോ ലൈൻ ഇൻ എൻ എർത്ത് ആൻഡ് ഡാം ആണ്. അറ്റ് ദ ഫ്രിയാറ്റിക് ലൈൻ ദർ ഇസ് 0 ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. Below phreatic line, all the points have positive hydrostatic pressure. അതായത് ഫ്രിയാറ്റിക് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാത്രമാണ്. ഷേപ്പ് ഓഫ് ദ ഫ്രിയാറ്റിക് ലൈൻ എന്ന് പറയുന്നത് പാരബോളിക് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഓപ്ഷൻ എ ആണ്, പാരബോളിക് ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോസ്, അതായത് പ്രീവിയസ് ഇയർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന വീഡിയോസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന വീഡിയോസും ആയിരിക്കും നമ്മളിനി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് യുവർ വീഡിയോ.